ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോക്കകത്തായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നും അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് വരുന്ന ബേസിക് എൻട്രീസ് എന്തെല്ലാമാണ്, അതുപോലെ ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസ്, എൻഡോഴ്സ് ചെയ്യുന്ന കേസ് പോലെയുള്ള നോർമൽ ആയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ വീഡിയോക്കകത്ത് അവിടുന്ന് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഏറ്റവും അഡ്വാൻസ് ലെവൽ എന്നുള്ളതല്ല കേട്ടോ. കഴിഞ്ഞ രണ്ട് വീഡിയോയെ സംബന്ധിച്ച് അതിന്റെ നെക്സ്റ്റ് പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ധാരണയുള്ള ആളുകളാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് കാണണമെന്ന് നിർബന്ധമില്ല. ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് കണ്ട ശേഷം വേണം ഈ വീഡിയോക്കകത്ത് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡിസോണർ ഓഫ് ബിൽ എന്നുള്ളതാണ്. നോട്ടൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. നോട്ട് വായിക്കേണ്ട ആളുകൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് വായിക്കാവുന്നതാണ്. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ വീഡിയോ പോസ് ചെയ്യാനും നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോ ഡിസോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാകും, നമ്മൾ ബില്ല് പേ ചെയ്യേണ്ട സമയത്ത് നമ്മുടെ ഡ്രോവി എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ബില്ല് സ്വാഭാവികമായിട്ടും ഡിസോണർ ആവുക. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയേ, എക്സ് വൈക്ക് 15,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടത്തുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ജനുവരി 1, 2022 നിങ്ങളെ ആദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ഞാൻ പറയുന്നത് കേൾക്കാൻ. നിങ്ങൾ വായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ഡിസ്കസ് ചെയ്യാത്തത്. ജസ്റ്റ് ക്വസ്റ്റ്യന്റെ അർത്ഥം മാത്രം പറയുന്നത് സമയം കളയണ്ടല്ലോ. അപ്പോ എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആൾക്ക് 15,000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ജനുവരി 1-ാം തീയതിയാണ് സെയിൽ നടക്കുന്നത്. ജനുവരി 1-ാം തീയതി തന്നെ എക്സ് വൈക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നു. വൈക്ക് അയക്കുന്നു. വൈ അത് സ്വാഭാവികമായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിന് തിരിച്ചയച്ചു. 3 മാസമാണ് ബില്ലിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. 3 മന്തിലേക്കാണ് ബില്ല് ഡ്രോൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ജനുവരി 1-ാം തീയതി ഡ്രോൺ ചെയ്യുന്ന ബില്ല്, അതിന്റെ മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് വരും ജനുവരി 1 പ്ലസ് 3 മാസം, അതായത് ഏപ്രിൽ 1-ാം തീയതിയാണ് വരിക. പുറമെ 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് കൊടുക്കണം അല്ലെ. അങ്ങനെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതിയാണ് ഡേറ്റ് വരേണ്ടത്. ശരിക്കാണെങ്കിൽ ഇതിനകത്ത് എന്ത് സംഭവിക്കണം? ഏപ്രിൽ 4-ാം തീയതി ആകുമ്പോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്തുള്ള പൈസ വൈ ആർക്ക് കൊടുക്കണം? എക്സിന് കൊടുക്കണം. കാരണം എക്സ് വൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട് അല്ലെ. അതിന്റെ പുറത്താണ് ഈ ബില്ല് ഡ്രോൺ ചെയ്തിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോ സെയിൽ നടന്നു, ബില്ല് ഡ്രോൺ ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും എൻട്രീസ് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒന്ന് ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രി ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എക്സിന്റെ ബുക്ക് ചെയ്യുമ്പോൾ എക്സ് ഈസ് ദ സെല്ലർ അല്ലെ. എക്സ് ആണ് ഗുഡ്സ് വിൽക്കുന്നത്. നമ്മൾ അയാളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ക്രെഡിറ്റ് സെയിൽ ഉണ്ടാകുന്നു. ക്രെഡിറ്റ് സെയിൽ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പൈസ തരാനുള്ള ആള് വൈ ഒരു ഡെപ്റ്റർ ആകും. വൈ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി വരിക. സെയിം ഡേറ്റിൽ തന്നെ ബില്ല് ഡ്രോൺ ചെയ്യുന്നു. എൻട്രി മാറും, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ അക്കൗണ്ട്. എന്തിനാണ് ഈ വൈയെ ക്രെഡിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ബിൽസ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഈ എക്സും വൈയും വെച്ച് കുറെ പറഞ്ഞതാണ്. അപ്പൊ സമയം കളയുന്നില്ല. ശരിക്ക് അടുത്ത എൻട്രി വരേണ്ടത് ഏപ്രിൽ 4-ാം തീയതി വൈ എന്ത് ചെയ്യണം? ഇതിന്റെ പേയ്മെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ ശരിക്കും എന്ത് എൻട്രി വരും? എക്സിനെ സംബന്ധിച്ച് പേയ്മെന്റ് കിട്ടുന്നു, ബാങ്കിലേക്ക് പൈസ കിട്ടുന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, അയാളുടെ കയ്യിലുള്ള ബിൽസ് റിസീവബിൾ അതോടുകൂടി ക്യാൻസൽ ആകും. എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്നുള്ളതാണ്. അതാണ് നോർമലി വരേണ്ടത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓൺ മെച്യൂരിറ്റി, ഈ ഏപ്രിൽ 4-ാം തീയതി ആയ സമയത്ത് ബിൽ വാസ് ഡിസോണേർഡ്. ബില്ല് ഡിസോണർ ആയി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതി വൈ എന്ത് ചെയ്തില്ല? എക്സിന് പൈസ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ₹50, ഞാൻ കളറൊക്കെ മാറ്റി എഴുതുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ₹50 were paid by the holder of the bill as noting charge.
ആ സമയത്ത്, അതായത് ഈ ഏപ്രിൽ 4-ാം തീയതി ഡിസോണർ ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് അയാൾ 50 രൂപ നോട്ടിംഗ് ചാർജ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും, എന്താണ് സാറേ നോട്ടിംഗ് ചാർജ്? നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ, അപ്പോ ഇപ്പോ ഈ സെയിം എക്സാമ്പിൾ എടുക്കാം. വൈ ബില്ല് അക്സെപ്റ്റ് ചെയ്തു, എക്സിന് അയച്ചു. ശരിക്കും എക്സ് ഈ വൈ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം? ഏപ്രിൽ 4-ാം തീയതി എക്സിന് പൈസ കൊടുക്കണം അല്ലെ? പക്ഷെ ഏപ്രിൽ 4-ാം തീയതി വൈയുടെ കയ്യിൽ പൈസ ഇല്ല, വൈ എക്സിന് പൈസ കൊടുത്തില്ല. അപ്പൊ ഡേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബിൽസ് റെസീവബിൾ ഡിസോണർ ആകും. അപ്പൊ എക്സിനെ സംബന്ധിച്ച് ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോകും, വൈയെ സംബന്ധിച്ച് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റിയും പോകും. ഇനി എങ്ങനെ നോട്ടിംഗ് ചാർജ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ എക്സിന്റെ കയ്യിലാണല്ലോ ബില്ലുള്ളത്, കാരണം വൈ അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചയച്ചത് എക്സിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഈ എക്സ് എന്ന് പറയുന്ന ആള് ഒരു നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോകും. നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ചില വീടുകളുടെ മുമ്പിൽ അഡ്വക്കേറ്റ് ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് താഴെ നോട്ടറി പബ്ലിക് എന്ന് കണ്ടിട്ടുണ്ടാകും അല്ലെ? വക്കീലന്മാരൊക്കെ ഉണ്ടാകും, ഗവൺമെന്റ് കൊടുക്കുന്ന നോട്ടറി പബ്ലിക് എന്ന് പറയുന്ന സ്ഥാനമാണ്. അപ്പൊ ഒരു നോട്ടറി പബ്ലിക് ആയിട്ടുള്ള ആളുടെ അടുത്ത് നിങ്ങൾ ഈ ബില്ല് കൊണ്ടുപോകണം. എന്നിട്ട് ഇത് ഡിസോണർ ആയി എന്നുള്ളതിന്റെ തെളിവായിട്ട് നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്യണം. നോട്ടിംഗ് എന്ന് ഈ ബില്ലിനകത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളാണ് എക്സ്, ഏപ്രിൽ 4-ാം തീയതി ആയി, വൈ പേയ്മെന്റ് ചെയ്തില്ല. സ്വാഭാവികമായിട്ടും ഡേറ്റ് കഴിഞ്ഞാൽ ബില്ല് ഡിസോണർ ആകും. ഇത് ഡിസോണർ ആയി എന്നുള്ളതിന്റെ തെളിവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് നിങ്ങൾ പോകുന്നു. എന്നിട്ട് അതിനകത്ത് നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്ത് ഇയാളുടെ സീല് സൈൻ ഒക്കെ വാങ്ങി പോരുന്നു. ഇയാൾ ഇത് വെറുതെ ചെയ്തു തരുമോ? എടാ, ഈ വക്കീൽ അവിടെ ഒരു വെറുതെ സമൂഹ സേവനത്തിന് വേണ്ടി ഇരിക്കുന്ന ആളാണോ? അല്ല, അയാൾക്ക് പൈസ കിട്ടണം. അപ്പൊ നിങ്ങൾ ഒരു 100 രൂപ കൂടിപ്പോയി അല്ലേ? 100 രൂപ, ക്വസ്റ്റ്യനിൽ 50 പറയുന്നത്, ഞാൻ വക്കീലിനോടുള്ള സ്നേഹം കൊണ്ട് 100 രൂപ കൊടുക്കുന്നു. 100 രൂപ ചാർജ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 100 രൂപയെ വിളിക്കുന്ന പേരാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയി പറഞ്ഞാൽ, ഒരു ബില്ല് ഡിസോണർ ആയാൽ, ഡിസോണർ ആകുന്ന സമയത്ത് ഈ ബില്ല് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ട് അതിനകത്ത് നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് കൊടുക്കുന്ന പേയ്മെന്റിന് വിളിക്കുന്ന പേരാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ പറയുന്നു, ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് അയാൾ എന്ത് കൊടുത്തു? 50 രൂപ നോട്ടിംഗ് ചാർജ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, സാറേ സ്വാഭാവികമായിട്ടും എക്സിന്റെ കയ്യിലല്ലേ ബില്ല് ഉണ്ടാവുക? നോർമലി അങ്ങനെയാണ്. താഴെ പക്ഷെ 2-3 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ആ 2-3 സിറ്റുവേഷനിലും ബില്ല് കയ്യിലുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, then the journal entries will be recorded in the books of Mr. X and Y given below under the following circumstances. ഈ താഴെ പറയുന്ന സിറ്റുവേഷനിൽ എക്സിന്റെയും വൈയുടെയും ബുക്കിലെ എൻട്രീസ് ആണ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സിറ്റുവേഷനിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും എൻട്രി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രിയും ബിൽസ് റെസീവബിളിന്റെ എൻട്രിയും ആയിരിക്കും. അതിനി പറയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിൽക്കേണ്ടത് ഏപ്രിൽ 4-ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ബേസിക് 2 എൻട്രീസ് ആണ് വരിക. അതിനെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഒന്നാമത്തെ കേസ് നോക്കിയേ. വെൻ ദ ബിൽ വാസ് കെപ്റ്റ് ബൈ മിസ്റ്റർ എക്സ് ടിൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, ഈ മിസ്റ്റർ എക്സിന് വൈയുടെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടിയില്ലേ? അയാൾ എന്ത് ചെയ്യുന്നു? മെച്യൂരിറ്റി ഡേറ്റ് വരെ അയാളുടെ കയ്യിൽ ബില്ല് വെക്കുന്നു. അപ്പൊ ഫസ്റ്റ് 2 ബേസിക് എൻട്രീസ് പറയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് അല്ലെ? എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലും കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, ഇയാള് പറയില്ല എന്ന് പറഞ്ഞാലും പിന്നെ പറയും, അതുകൊണ്ട് ശ്രദ്ധിക്കാണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കാതിരിക്കൽ നോർമലി കാണാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഏപ്രിൽ 4-ന് ആര് പൈസ തന്നില്ല? എക്സിന്റെ ഭാഗത്തുനിന്ന് വേണേ ആലോചിക്കാൻ. എക്സിന്റെ ബുക്കാണ് നമ്മൾ ചെയ്യുന്നത്. എക്സിന് വൈ എന്ത് ചെയ്യണം? ഏപ്രിൽ 4-ന് ഈ 15,000 രൂപയാണ് ബിൽസ് റെസീവബിളിന്റെ വാല്യൂ. ആ 15,000 രൂപ തരണം. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു, ഏപ്രിൽ 4 ആയപ്പോ വൈ പൈസ തന്നില്ല. വൈ പൈസ തന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു കാര്യം സംഭവിക്കും. ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസോണർ ആകും. ഡിസോണർ ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ട് നോട്ടിംഗ്
മീറ്റിംഗ് എന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണ് എക്സ്, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വൻ നഷ്ടം സംഭവിക്കുന്നു. കാരണം വൈയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട 15,000 കിട്ടിയതുമില്ല, പുറമെ നോട്ടറി പബ്ലിക്കിന് കൊടുക്കേണ്ട 50 രൂപ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് എത്രയായി നഷ്ടം? 15,000 പ്ലസ് 50, 15,050 നഷ്ടം. ആര് കാരണം ഈ നഷ്ടം ഉണ്ടായേ? വൈ കാരണമാണ് ഈ നഷ്ടം ഉണ്ടായില്ലേ? കാരണം ആ ചെങ്ങായി തരേണ്ട പൈസയായിരുന്നു, ഓ നമ്മളെ പറ്റിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ഞാൻ പറഞ്ഞു, ഡേറ്റ് കഴിയുമ്പോൾ ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് എന്താകും? ക്യാൻസൽ ആകും. 15,000 രൂപയുടെ അസറ്റ് അല്ലേ? അസറ്റ്, ബിൽസ് റിസീവബിൾ ഈസ് ആൻ അസറ്റ്. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ഡെപ്റ്റർ എന്നൊക്കെയുള്ളത് തെറ്റാണ്. നമ്മുടെ ബുക്കിൽ സ്വാഭാവികമായിട്ടും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അത് നോക്കണ്ട. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ക്യാൻസൽ ആകുന്നു. അസറ്റ് കുറഞ്ഞാൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു 50 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ? എടാ, നോട്ടറി പബ്ലിക്കിന് നമ്മൾ പൈസ കൊടുത്തില്ലേ 50 രൂപ, അയാളുടെ പണിക്കൂലി. ആ പൈസ നമ്മുടെ കയ്യിൽ നിന്നല്ലേ പൈസ പോകുന്നത്? നമ്മൾ എക്സ് ആണ് കേട്ടോ, അത് ഓർമ്മ വേണേ. നമ്മുടെ കയ്യിൽ നിന്ന് 50 രൂപ പോകുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു 50 രൂപ. ക്യാഷ് ഈസ് ആൻ അസറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് പോയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നോക്കിയേ, നമുക്ക് കിട്ടേണ്ട ബിൽസ് റിസീവബിളിന്റെ പുറത്ത് പൈസ കിട്ടിയതുമില്ല, പുറമെ 50 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. നമുക്ക് ടോട്ടൽ നഷ്ടം എത്ര വന്നു? 15,050 വന്നു. ആര് കാരണം വന്നു? വൈ കാരണം വന്നു. അപ്പൊ ഈ പൈസ ആര് നമുക്ക് തരണം? ഭാവിയിൽ ഈ വൈ എന്ന് പറയുന്ന ആള് തരണം. അപ്പൊ വീണ്ടും വൈ എന്ന് പറയുന്ന ആൾ നമുക്ക് ആരായിട്ട് മാറുന്നു? വൈ മക്കളെ വീണ്ടും നമുക്കൊരു ഡെപ്റ്റർ ആയിട്ട് മാറുന്നു. മുമ്പ് തരാനുണ്ടായിരുന്ന പോലെ അയാൾ 15,000 തന്നാൽ പോരാ, ഇനി തരുന്ന സമയത്ത് നമ്മൾ ഈ നോട്ടിംഗ് ചാർജ് ആയിട്ട് ചെലവാക്കിയ 50 രൂപയും ചേർത്ത് 15,050 രൂപ നമുക്ക് ആര് തരണം? വൈ തരണം. അപ്പൊ വൈ നമുക്കൊരു ഡെപ്റ്റർ ആകുന്നു. ഡെപ്റ്റർ കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ എൻട്രി വൈ അക്കൗണ്ട് ഡെപ്റ്റർ, ടോട്ടൽ എമൗണ്ട്, അതായത് ബില്ലിന്റെ എമൗണ്ട് പ്ലസ് നോട്ടിംഗ് ചാർജ് ടു ബിൽസ് റിസീവബിൾ, ക്യാൻസൽ ആയ ബില്ലിന്റെ എമൗണ്ട്, ടു ക്യാഷ് അക്കൗണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പോയ നോട്ടിംഗ് ചാർജിന്റെ എമൗണ്ട്. ഇതാണ് എക്സിന്റെ കയ്യിൽ ഈ ബില്ല് വെച്ചോണ്ടിരുന്നാലുള്ള ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കി. വെൻ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് ബൈ മിസ്റ്റർ എക്സ് വിത്ത് ദ ബാങ്ക് അറ്റ് 12% പെർ ആനം. സെയിം എക്സാമ്പിൾ, അതായത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ജനുവരി 1-ന് എക്സ് എന്ത് ചെയ്യുന്നു? വൈക്ക് 15,000 അല്ലെ, 15,000 രൂപയുടെ ഗുഡ്സ് വിൽക്കുന്നു. അപ്പൊ വൈ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രി വരും. അതിനുശേഷം അത് ബിൽസ് റെസീവബിൾ ആക്കി മാറ്റുന്നു. അപ്പൊ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ എന്ന് പറയും. ബിൽസ് റെസീവബിളിന്റെ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ 2 ബേസിക് എൻട്രീസ്. ഇതാണ് കോമൺ എൻട്രീസ്. ഇവിടെ മൂന്നാമത്തെ എൻട്രി വരിക, ശ്രദ്ധിച്ചോണേ മക്കളെ, ഇവിടെ മൂന്നാമതൊരു എൻട്രി കൂടെ വരും. ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഇത് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ലേ, ഡിസ്കൗണ്ട് ചെയ്യുന്നതിന്റെ എൻട്രി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ചാർജ് എങ്ങനെയാ കാണണ്ടേ? 15,000 ഇൻറ്റു 12% ഇൻറ്റു 3/12. ഇതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് എല്ലാ വീഡിയോയും കണ്ട ആളുകൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റിലുള്ള ആളുകൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇത് അറിയാം. കോൺസെപ്റ്റിൽ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ 2ാമത്തെ വീഡിയോ കാണണം, എന്നിട്ടേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയിലൊക്കെ തമ്മിൽ കൊടുത്തിട്ടുള്ളത് 2 മണിക്കൂർ കൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ 2 മണിക്കൂറിന് മുകളിൽ പോകും. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും, അല്ലാതെ ചങ്ങായി നീയല്ലേ പറഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്നത്, എന്തോ ഒലക്കയിലെ പരിപാടി അവിടെ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ വെറുതെ എന്തിനാ നിങ്ങളുടെ തെറി കേൾക്കുന്നേ? അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത് പറയില്ല, നിങ്ങൾ പഴയ വീഡിയോ പോയിട്ട് കാണണം. അപ്പോ 450 രൂപ ഡിസ്കൗണ്ട് ചാർജ് ആയിട്ട് ബാങ്ക് പിടിക്കും. ബാക്കി 14,550 രൂപയാണ് ആർക്ക് തരിക? എക്സിന് തരിക. 15,000 രൂപ നമ്മുടെ കയ്യിലുള്ള ബില്ല് പോവുകയും ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡിസ്കൗണ്ടിന്റെ ചാർജ് നമുക്കൊരു എക്സ്പെൻസ് ആണ്. ആ ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാലൻസ് പൈസയാണ് ബാങ്ക് നമുക്ക് തരിക. മക്കളെ, അങ്ങനെ ജനുവരി 1 കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞ്, മാർച്ച് കഴിഞ്ഞ്, ഏപ്രിൽ 4-ാം തീയതിയായി. ഏപ്രിൽ 4-ാം തീയതി ശരിക്കും എന്ത് സംഭവിക്കണം? വൈ പേയ്മെന്റ് തരേണ്ട ഡേറ്റ് അല്ലേ? പക്ഷെ ഇവിടെ കഴിഞ്ഞ എക്സാമ്പിൾ ഉള്ള പോലെ വൈ പേയ്മെന്റ് തരേണ്ടത് എക്സ് എന്ന് പറയുന്ന നമുക്കല്ല. നമ്മളാണ് കേട്ടോ എക്സ്, അത് മറക്കരുത്. നമുക്കല്ല പേയ്മെന്റ് തരേണ്ടത്. കാരണം നമുക്ക് കിട്ടിയ ബില്ല് നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. വൈ ആർക്കായിരുന്നു പേയ്മെന്റ് കൊടുക്കേണ്ടിയിരുന്നത്? ബാങ്കിനാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്.
പക്ഷേ വൈ എന്ത് ചെയ്തില്ല? 4-ാം തീയതി ബാങ്കിന് പേയ്മെന്റ് കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും ബില്ല് എന്തായി? ബില്ല് ഡിസോണർ ആയി അല്ലേ? ആര് പൊട്ടനായി? ബാങ്ക് പൊട്ടനായി. കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ബാങ്ക് നമുക്ക് പൈസ തന്നത്. അല്ലാണ്ട് നമ്മളെ കസ്റ്റമർ ആയിട്ടുള്ള വയ്യെ വിശ്വസിച്ചിട്ടല്ല. വയ്യെ ചിലപ്പോൾ ബാങ്കിന് അറിയുക പോലും ഉണ്ടാവില്ല. നമ്മളെ വിശ്വസിച്ച് ബാങ്ക് നമുക്ക് പൈസ തന്നു. പക്ഷെ ബാങ്കിന് കിട്ടേണ്ട പൈസ ഏപ്രിൽ 4-ാം തീയതി വൈ എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ കൊടുത്തില്ല. ബാങ്ക് പൊട്ടനായി. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബാങ്ക് പൊട്ടനായിട്ടിരിക്കോ? ഇല്ല. ബാങ്ക് ആർക്കാണ് പൈസ തന്നത്? ബാങ്ക് പൈസ തന്നത് നമുക്കാണ് അല്ലെ? നമ്മുടെ ബുക്കാണല്ലോ. നമ്മൾ മീൻസ് എക്സിന്റെ ബുക്കാണല്ലോ ഇവിടെ ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ബാങ്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് അയാളാണിത് ബാങ്കിൽ കൊണ്ടുപോയി നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ട് നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആ പണിയെടുക്കേണ്ടത് ആരാണ്? ഇവിടെ ആ പണിയെടുക്കേണ്ടത് ബാങ്കാണ്. അപ്പൊ ഏപ്രിൽ 4-ാം തീയതി വൈ ബാങ്കിന് പൈസ കൊടുത്തില്ല. ഇങ്ങനെ തന്നെ ആലോചിക്കണേ. വൈ ബാങ്കിന് പൈസ കൊടുത്തില്ല. ബാങ്കിന്റെ കയ്യിലുള്ള ബില്ല് ഡിസോണർ ആയി. ബാങ്ക് നേരെ ഒരു നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയി നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്തു. 50 രൂപ കൊടുത്തു. ബാങ്ക് പാവല്ലേ, 50 രൂപയും പോയി, കിട്ടാനുള്ള 15,000 കിട്ടിയതുമില്ല. പക്ഷെ ബാങ്ക് കരഞ്ഞുകൊണ്ടിരിക്കോ? ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് നമുക്കാണ് പൈസ തന്നെ, എക്സിനാണ് പൈസ തന്നെ. നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ ബാങ്ക് തിരിച്ചു വാങ്ങിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ ആർക്ക് കൊടുക്കണം? ബാങ്കിന് കൊടുക്കണം. അപ്പൊ ബാങ്ക് രക്ഷപ്പെട്ടു അല്ലെ? ബില്ലിന്റെ പുറത്തുള്ള ബിൽസ് റെസീവബിളിന്റെ 15,000-ഉം നോട്ടിംഗ് ചാർജ് ആയിട്ടുള്ള 50-ഉം ചേർത്ത് 15,050 നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 15,050 പോയി കഴിഞ്ഞാൽ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ബാങ്ക് പൊട്ടനായതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ബാങ്ക് പൊട്ടനല്ലേ ഇപ്പൊ ആരാ പൊട്ടൻ? ഇപ്പൊ നമ്മളാണ് പൊട്ടൻ. എക്സ് പൊട്ടനായി. കാരണം എന്താ? നമ്മുടെ കസ്റ്റമർ ആണ് ബാങ്കിന് പൈസ കൊടുക്കാത്തത്. അതുകൊണ്ട് ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. ഇപ്പൊ നമുക്ക് പൈസ പോയി ഇല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തരാനുള്ള വൈയുടെ അടുത്തുനിന്ന് ഈ പൈസ വാങ്ങിക്കും. 15,050 ടോട്ടൽ പൈസ, അത് വാങ്ങിക്കും. അപ്പൊ വൈ വീണ്ടും നമുക്ക് ആരായിട്ട് മാറും മക്കളെ? വൈ വീണ്ടും നമുക്കൊരു ഡെപ്റ്റർ ആയിട്ട് മാറും. വീണ്ടും വൈ നമുക്ക് പൈസ തരാനുള്ള ആളായിട്ട് മാറും. അപ്പൊ ബാക്ക് ടു ഇത് തന്നെയാണ് ലാസ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത്. കാരണം ഇയാൾ പൈസ തരുന്നില്ല. അപ്പൊ നമ്മൾക്ക് വീണ്ടും ഇയാള് ഡെപ്റ്റർ ആയിട്ട് മാറും. അപ്പൊ എൻട്രി വൈ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ബാങ്കിന് നമ്മൾ ഈ 15,050 കൊടുക്കണം. അത് നമുക്ക് ആര് തരണം? ഈ വൈ എന്ന് പറയുന്ന കസ്റ്റമർ തരണം. അപ്പൊ വൈ എന്ന് പറയുന്ന ഡെപ്റ്റർ കൂടും. ഡെപ്റ്റർ കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്റെ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. CMA ഇന്റർനൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിടും. അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ പറയുന്നത്? ബിൽ വാസ് എൻഡോഴ്സ്ഡ് ബൈ എക്സ് ഇൻ ഫേവർ ഓഫ് ഇസ് ക്രെഡിറ്റർ സെറ്റ്. മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ എക്സ് അല്ലേ, നമ്മൾ വൈക്ക് സാധനങ്ങൾ വിറ്റു. എന്നിട്ട് അവിടെ എന്തുണ്ടാക്കി? ബിൽസ് റെസീവബിൾ ഉണ്ടാക്കി. വൈ അത് അക്സെപ്റ്റ് ചെയ്തു, നമുക്ക് തിരിച്ചയച്ചു. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ട്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ് സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റർ ആണ്. നമ്മുടെ മീൻസ് എക്സിന്റെ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമ്പിളിലുടനീളം നമ്മൾ എക്സ് ആണ്. അപ്പൊ നമ്മൾ എക്സിന് കൊടുക്കാനുള്ളത് 15,000 രൂപയാണ്. നമ്മുടെ കയ്യിലുള്ള ബിൽസ് റെസീവബിളും എത്ര രൂപയുടേതാണ്? 15,000 രൂപയുടേതാണ്. അപ്പൊ നമ്മൾ ഈ സെറ്റ് എന്ന് പറയുന്ന ആൾക്ക് പൈസ കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ബിൽസ് റെസീവബിൾ കൊടുക്കുന്നു. ഇതിനാണ് എൻഡോയ്സ് ചെയ്യാന്ന് പറയാ. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോ റെഫർ ചെയ്യണം കേട്ടോ. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രി, അത് കഴിഞ്ഞ് ബിൽസ് റെസീവബിളിന്റെ എൻട്രി. മൂന്നാമത്തെ എൻട്രി എൻഡോയ്സ് ചെയ്യുന്ന എൻട്രി ആണ്. അതായത് നമ്മുടെ ക്രെഡിറ്റർ ആയിട്ടുള്ള ഇസഡിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബില്ല് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇവിടെ പോകും. ഇനി ആ അസറ്റ് ആരുടെ കയ്യിലുണ്ടാവുക? ഇനി അസറ്റ് ഉണ്ടാവുക ഈ ഇസഡ് എന്ന് പറയുന്ന ആളുടെ അടുത്താണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന അസറ്റ് പോകുന്നു. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം.
അതോടുകൂടി നമുക്കൊരു കാര്യം കൂടെ കുറയും. എടാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് പോകുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? ഈ അസറ്റ് ബിൽസ് റെസീവബിൾ എന്ന് പറയുന്ന 15,000 രൂപയുടെ അസറ്റ് പോകുന്ന അതേ സമയം മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. ഇനി മുതൽ നമ്മൾ ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ട. ഇനി മുതൽ സെറ്റിന് നമ്മൾ പൈസ കൊടുക്കണ്ട. അപ്പൊ ഇസഡ് എന്ന് പറയുന്ന നമ്മുടെ ക്രെഡിറ്റർ ഇതോടുകൂടി ഇല്ലാണ്ടാവില്ലേ? ക്രെഡിറ്റർ കുറയും. ക്രെഡിറ്റർ ഈസ് ആൻ ലയബിലിറ്റി. ലയബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോ ഇസഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റെസീവബിൾ. അങ്ങനെ നമ്മൾ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുകയാണ്. നമ്മൾ സെയിൽ നടത്തി, ബില്ല് ഡ്രോൺ ചെയ്തു, നമുക്ക് ബില്ല് കിട്ടി, നമ്മൾ ആ ബില്ല് ആർക്ക് കൊടുത്തു? ഇസഡിന് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എക്സ് അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. ഇപ്പോ നമുക്ക് പൈസ തരാനുണ്ടായിരുന്നു വൈ എന്ന് പറയുന്ന ആള്, അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ബില്ല് കിട്ടി. ഇനി വൈ പൈസ തരാനൊന്നുമില്ല. നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഇസഡ് എന്ന് പറയുന്ന ആള്, അയാൾക്ക് നമ്മൾ പൈസക്ക് പകരം നമ്മൾ കയ്യിൽ കിട്ടിയ ഈ ബില്ല് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ക്രെഡിറ്ററും പോയി, ഡെപ്റ്ററും പോയി. നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കുകയാണ്, കടമൊന്നുമില്ല എന്ന് പറഞ്ഞ് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വന്ന് ഏപ്രിൽ 4-ാം തീയതിയായി. ഏപ്രിൽ 4-ാം തീയതി എന്ത് നടക്കണമായിരുന്നു? ഈ വൈ എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ ഇസഡ് എന്ന് പറയുന്ന ആൾക്ക് പൈസ കൊടുക്കണ്ടേ? പക്ഷെ അയാൾ പൈസ കൊടുത്തോ? ഇല്ല, പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഡിസോണർ ആയത്. മക്കളെ, ഈ ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് ബില്ലുള്ളേ? ഇസഡിന്റെ കയ്യിലല്ലേ ബില്ലുള്ളേ? സ്വാഭാവികമായിട്ടും ഇസഡ് എന്ത് ചെയ്യണം? നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോകണം, നോട്ടിംഗ് എന്ന് റെക്കോർഡ് ചെയ്യണം, 50 രൂപ കൊടുക്കണം, അല്ലേ? ഇനി ഇസഡിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചേ, ഇസഡിനെ നമ്മൾ പറ്റിച്ച പോലെ ആയില്ലേ? കാരണം ഇസഡിനോട് നമ്മൾ എന്താ പറഞ്ഞേ? നീ ബിൽസ് റിസീവബിൾ പിടിച്ചോ, ഏപ്രിൽ 4-ാം തീയതി വൈ എന്ന് പറയുന്ന എന്റെ കസ്റ്റമർ പൈസ തരും, നല്ല മനുഷ്യനാണ്, കറക്റ്റ് സമയത്ത് പൈസ തരും, അപ്പൊ നിനക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേ. പക്ഷെ ഇസഡിന് പൈസ കിട്ടിയോ? ഇതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണേ മനസ്സിൽ. എപ്പോഴും അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഇത് കുറെ ജേണൽ എൻട്രി എന്നുള്ളതല്ല, ഇതൊക്കെ എന്തായിരിക്കും പ്രാക്ടിക്കലി സംഭവിക്കുക എന്നുള്ളത് മനസ്സിനകത്ത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ, ഒരു സിനിമ പോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കോൺസെപ്ച്വലി പഠിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപ്പാഠം പഠിക്കാം. പക്ഷെ 100% ഉറപ്പിച്ച് പറയാം മക്കളെ, മനഃപ്പാഠം പഠിക്കുന്ന ഒരൊറ്റ കുട്ടി പോലും CA ഫൗണ്ടേഷൻ, CMA ഇന്റർ അടക്കം CA CMA കോഴ്സിന്റെ ഒരു പേപ്പറുകൾ പാസ്സാക്കാൻ പോകുന്നില്ല. 100% കോൺസെപ്ച്വൽ ക്ലാരിറ്റി തന്നെ കിട്ടണം. അതിനാണ് ഇത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോ ഇസഡിന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ അയാൾക്ക് കിട്ടേണ്ട 15,000 കിട്ടിയതുമില്ല, 50 രൂപ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്ന പൈസയും പോയി. ഇസഡ് സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കും, അല്ലെ? ഈ ആണ് പറഞ്ഞത് വൈ പൈസ തരും, പക്ഷെ വൈ എന്നെ പറ്റിച്ചു, നീ എനിക്ക് വീണ്ടും എന്റെ പൈസ തരണം എന്ന് പറയില്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്ക് പൈസ കൊടുക്കേണ്ടി വരും? ഇസഡിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ വീണ്ടും ഇസഡ് നമുക്ക് ആരായി മാറി മക്കളെ? ഇസഡ് എന്ന് പറയുന്ന ആള് വീണ്ടും നമുക്കൊരു ക്രെഡിറ്റർ ആയില്ലേ? വീണ്ടും നമ്മൾ ഇസഡിന് പൈസ കൊടുക്കാനായി. പണ്ടുണ്ടായിരുന്ന പോലെ 15,000 കൊടുത്താൽ മതിയോ? ഇല്ല. നമ്മൾ കൊടുത്ത ബില്ലിന്റെ പുറത്ത് അയാൾ 50 രൂപ നോട്ടിംഗ് ചാർജും ചെലവാക്കിയിട്ടുണ്ട്. 15,050 നമ്മൾ ആർക്ക് കൊടുക്കണം? ഇസഡ് എന്ന് പറയുന്ന നമ്മുടെ ക്രെഡിറ്റർക്ക് കൊടുക്കണം. അപ്പൊ വീണ്ടും ഇസഡ് ക്രെഡിറ്റർ ആയി. ക്രെഡിറ്റർ കൂടിയാൽ, ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പൊട്ടനായി. പക്ഷെ നമ്മൾ പൊട്ടനായിരിക്കോ? നമുക്ക് ആ പൈസ ആര് തരണം? ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായിട്ടുള്ള വൈ തരണം. വൈ കറക്റ്റ് സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കോ? ഇല്ല. അപ്പൊ വീണ്ടും വൈ നമുക്ക് ആരായിട്ട് മാറും? ഡെപ്റ്റർ ആയിട്ട് മാറും. ഡെപ്റ്റർ കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. 15,000 തന്നാ മതിയോ? ഇല്ല. അയാൾ കാരണം ഉണ്ടായതാണ് ഈ 50 രൂപ എന്ന് പറയുന്ന ചെലവ്. അതും ചേർത്തിട്ട് വേണം ഇയാൾ ആ പൈസ തരാൻ. അപ്പൊ ഏകദേശം പരിപാടി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. 3 സിറ്റുവേഷൻ ആണ് ഡിസ്കസ് ചെയ്തേ. ഒന്ന്, നമ്മൾ മെച്ചൂരിറ്റി ഡേറ്റ് വരെ ബില്ല് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഡിസോണർ ആയാൽ എങ്ങനെ? അത് കഴിഞ്ഞ് നമ്മൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡിസോണർ ആയാൽ എങ്ങനെ? 3, നമ്മൾ ആ ബില്ല് മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്തിട്ട് ഡിസോണർ ആയാൽ എങ്ങനെ? സിമ്പിൾ ആയിട്ട് ഓർക്കുക, ബില്ല് ഡിസോണർ ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടത്. നമ്മൾ ബാങ്കിന് കൊടുത്താൽ ബാങ്കിന്റെ കയ്യിലാണ് ബില്ലുള്ളത്, നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടത് ബാങ്കാണ്. നമ്മൾ ഇസഡ് എന്ന് പറയുന്ന നമ്മുടെ ക്രെഡിറ്റർക്ക് കൊടുത്താൽ അയാളുടെ കയ്യിലാണ് ബില്ലുള്ളത്, അയാളാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടത്. പക്ഷേ ബാങ്കിനാണെങ്കിലും ഇസഡിനാണെങ്കിലും അവര് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ ബില്ല് വാങ്ങിയേ. അവര് നമ്മുടെ അടുത്ത് നിന്ന് ഈ പൈസ വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഈ പൈസ ആരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും? നമ്മൾ ഈ പൈസ നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള
വൈയുടെ അടുത്തുനിന്ന് വാങ്ങിക്കും. ദെൻ ഇനി വൈയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ, എക്സിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാലാണ് ഈ പ്രശ്നമൊക്കെ ഉള്ളത്. വൈയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിൾ ആണ്. വൈ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നു. ആരുടെ കയ്യിൽ നിന്ന്? എക്സിന്റെ കയ്യിൽ നിന്ന് ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നു. നിങ്ങൾക്കറിയാം എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്. അത് കഴിഞ്ഞ് എക്സ് ബില്ല് ഡ്രോൺ ചെയ്ത് അയക്കുന്നു. വൈ ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ വൈക്ക് എന്തുണ്ടാകും? ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഉണ്ടാകും. അപ്പൊ എൻട്രി എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. അതിനുശേഷം വൈയുടെ ബുക്കിൽ ഒരൊറ്റ എൻട്രി വരുള്ളൂ മക്കളെ. ഈ എക്സ് കയ്യിൽ വെച്ചാലും എക്സ് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്താലും എക്സ് ഇസഡിന് കൊടുത്താലും ഇതൊന്നും ആരെ ബാധിക്കൂല? വൈയെ ബാധിക്കൂല. വൈ എന്ത് ചെയ്താൽ മതി? ആ ഏപ്രിൽ 4-ാം തീയതി ആകുമ്പോ ആരുടെ കയ്യിലാണോ ബില്ലുള്ള അയാൾക്ക് പൈസ കൊടുക്കണം. അതല്ലേ വൈ ചെയ്യണ്ടേ? പക്ഷെ ഇവിടെ വൈ ആ കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. വൈ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വൈയുടെ കയ്യിലുള്ള ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി അതോടുകൂടി ഇല്ലാണ്ടാവും. സ്വാഭാവികമായിട്ടും ഡേറ്റ് കഴിഞ്ഞാൽ ബില്ല് ഡിസോണർ ആകും അല്ലെ? ലയബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്ന കാര്യം, ഈ ഒരു എക്സ്പെൻസ് വരാൻ തന്നെ കാരണക്കാരനാരാ? ഈ വൈ അല്ലേ? അപ്പൊ വൈക്കൊരു എക്സ്പെൻസ് ഉണ്ടാകുന്നു. എക്സ്പെൻസ് കൂടിയാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഈ ബില്ല് ക്യാൻസൽ ആയതിന്റെ 15,000 രൂപയും നോട്ടിംഗ് ചാർജ് 50 ചേർത്ത് വൈ ഇത് ആർക്ക് കൊടുക്കണം? വൈ ആരെ കയ്യിൽ നിന്ന സാധനം വാങ്ങിച്ച്? എക്സിനല്ലേ? എക്സ് വീണ്ടും വൈക്കൊരു ക്രെഡിറ്റർ ആയിട്ട് മാറും. ഇതാണ് സംഭവം. നല്ല രസമുള്ള കളിയാണല്ലേ? അപ്പൊ നമ്മളിപ്പോ ഡിസോണർ ആകുന്ന കേസാണ് പറഞ്ഞേ. ഈ ഒറ്റ സാധനം ഡിസ്കസ് ചെയ്ത് പോയി ഏകദേശം നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് ഡ്യൂറേഷൻ പോയിട്ടുണ്ട്. അപ്പോ ഇനി റിന്യൂവലും അതുപോലെ തന്നെ അക്കോമഡേഷനും, ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഈ ലാസ്റ്റ് പോയിന്റ് റിട്ടയർമെന്റ് ഉണ്ട്, മറന്നുപോയി. റിന്യൂവൽ ഉണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്. ആ അക്കോമഡേഷനിൽ നിന്നാണ് നോർമലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷെ നേരെ പോയി അക്കോമഡേഷൻ പഠിക്കാൻ പറ്റില്ല. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അക്കോമഡേഷനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. അപ്പൊ അടുത്തൊരു 2 വീഡിയോയിലായിട്ട് നമുക്ക് റിന്യൂവലും റിട്ടയർമെന്റും അക്കോമഡേഷനും പഠിച്ചിട്ട് നല്ല 2 ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ വരാൻ ക്വാളിറ്റി ഉള്ള 1-2 നല്ല ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് ടോപ്പിക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ